കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാർ മാത്രമല്ല, സാധാരണ മലയാളികളും രാഷ്ട്രീയ മണ്ഡലങ്ങളുമെല്ലാം ഉറ്റുനോക്കുന്ന ഒന്നാണ് ശബരിമലയിലെ കൊള്ള നടത്തിയതിൽ ഉന്നതൻ ആര് എന്നുള്ളത്. ഇപ്പോൾ CPM-കാരാണ് മുഴുവൻ പ്രതികളായിട്ടുള്ളത് എങ്കിലും ഒരിക്കലും ഇത്രയും വലിയ കൊള്ള നടത്താൻ കഴിയാതിരിക്കട്ടെ അവർക്ക് എന്നൊരു പ്രാർത്ഥനയിലാണ് നാട്ടുകാർ. കാരണം ഇതിൻ്റെ ഫലം ചെറുതായിരിക്കില്ല. ശിക്ഷ വന്നാൽ ജനങ്ങൾ പിണറായി വിജയനെ മാത്രമല്ല അങ്ങ് CPM-നെ തന്നെ കേരളത്തിന് വെളിയിലെറിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഉന്നതനെ കാത്തു നിൽക്കുകയാണ് ഇപ്പോഴും കേരളം. സ്വർണത്തിൽ തിരിമറി നടന്നുവെന്ന് സംശയിക്കുന്നതിൽ തന്ത്രിമാർ തന്നെ ആദ്യമുണ്ടായിരുന്നുവെങ്കിലും അങ്ങനെ ഒരു തെളിവേ ഇല്ല. അതുകൊണ്ട് നടത്തിയത് രാഷ്ട്രീയ കച്ചവട മാഫിയ കൊള്ളയാണെന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. അതിലെ പ്രമുഖരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ദേവസ്വം ഉദ്യോഗസ്ഥർ മുതൽ പ്രഗത്ഭരായ CPM നേതാക്കളായ ദേവസ്വം അധ്യക്ഷന്മാർ വരെയുണ്ട്. അതിൽ CPM-ന്റെ അടിത്തറ കെലുങ്ങിയതും അതുകൊണ്ട് തന്നെയാണ്. ബാക്കിയുള്ള പ്രമുഖരിൽ ചിലരെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. അതിലാണ് ഈ ഉന്നതൻ പെടുന്നത് എന്നും അത് CPM-ന്റെ തന്നെയാണ് എന്നും പറയുമ്പോൾ ഇന്നലെ പല ചർച്ചകളിലും കോൺഗ്രസ് പ്രതിനിധികൾ പറഞ്ഞതുപോലെ ഇനി ദേവസ്വം വകുപ്പിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിൽ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പിന്നീട് വന്ന വാസവനും അവരെ ആരാണ് ആദ്യം കൊടുക്കുന്ന ഉന്നതൻ എന്നാണ് പലരുടെയും ഒരു സംശയം. അതുമാത്രമല്ല, അതിനു മുകളിലും ഒരു ഉന്നതനുണ്ടോ എന്നുള്ളതും പലരും ആശങ്കപ്പെടുകയാണ്. കാരണം ഒരു അന്താരാഷ്ട്ര കച്ചവടത്തിനാണ് ഇനി ഉന്നതനെ അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് വലിയൊരു കോളിളക്കം സൃഷ്ടിക്കും എന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. അതാദ്യം പ്രതിപക്ഷ നേതാവും ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയും നൽകിയത് ആ സൂചന തന്നെയാണ്. പണ്ടൊന്നും ഇത്രയും വലിയൊരു അന്താരാഷ്ട്ര മോഷണം എന്ന് ആരും കരുതിയിരുന്നില്ല. എന്നാൽ 1-2 അന്താരാഷ്ട്ര കൊള്ളക്കാരുടെ പേരും അവർക്ക് മന്ത്രിസഭയിലെയും നേതാക്കൾക്കിടയിലെയും ഒക്കെ ബന്ധവുമൊക്കെ ചർച്ചയായി. അങ്ങനെ വരുമ്പോഴാണ് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞതുപോലെ ഇതുവരെ കേട്ട പേരിൻ്റെ 100 ഇരട്ടി ശക്തിയുള്ള ഒരു പേരാണ് ചെന്നിത്തല പറഞ്ഞ ദാവൂദ് മണി എന്ന ഈ ലോകം കണ്ട ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിഗ്രഹ കച്ചവടക്കാരൻ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത്. അതോടെ ക്രിസ്മസും ന്യൂ ഇയറും വെള്ളത്തിലായൊരു സ്ഥിതിയാണ് CPM-ന്റെ സാധാരണ പ്രവർത്തകർ. അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരാതെ ഇനി പച്ചവെള്ളം ഇറങ്ങില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്നത് അങ്ങനെയായിരുന്നില്ല. അതിനർത്ഥം ഇന്ന വ്യക്തി എന്നുള്ളതല്ല. എന്നാൽ CPM-ൽ നിന്നും ഒരു വ്യക്തി, അത് ഉന്നതൻ തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. അതാണ് CPM-ന്റെ ഭാവിയും ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്.